ഞാൻ മുസ്ലിമായി ജനിച്ച വ്യക്തിയാണ്. മരിച്ചു കഴിഞ്ഞാൽ മാഷ ഈ കളിയൊക്കെ ഒരു കളിയായിട്ട് മാത്രമേ എൻ്റെ ലൈഫ് എൻ്റെ ഉപജീവനമാർഗ്ഗമായിട്ട് ഞാൻ കാണുള്ളൂ. അതിനപ്പുറത്തേക്ക് നാളെ മരിച്ചു പോകുമ്പോൾ ഷഹാദത്ത് കൽമ ചൊല്ലിയിട്ട് നല്ല രീതിയിൽ മരിച്ചു പോകാനായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ വീട് കണ്ടപ്പോൾ നമ്മൾ വിചാരിക്കും ഈമാനുള്ള മരണമോ സ്വർഗമോ ജാസിക്കോ കിട്ടിയത് തന്നെ. അല്ല, നമ്മളങ്ങ് ഉറപ്പിച്ചോ അവർ നരകത്തിലാണെന്ന്? അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തെ നമ്മൾ മറന്നുപോയോ? ഖുർആൻ ഒരു ചരിത്രത്തെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 10,000-കണക്കിന് കുഞ്ഞു കുരുന്നു മക്കളെ അതിക്രൂരമായി കൊന്നൊടുക്കിയ അക്രമിയായ ഒരു മനുഷ്യനെ കുറിച്ച്. നരകം അയാൾക്ക് നിർബന്ധമാക്കിയത് ഖുർആൻ പറഞ്ഞു. അള്ളാഹുവിന്റെ ശാപത്തിനിരയായ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ ആരാണത്? ഫിർഔൻ. അപ്പോഴും അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശം കണ്ടോ? മൂസാ നബിയെ, ഹാറൂൻ നബിയെ അയാളുടെ മുമ്പിലേക്ക് ചെന്ന് നന്മയിലേക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിക്കണേന്ന്. അള്ളാഹിന്റെ ഒരു കാരുണ്യം കണ്ടോ? നരകം ഉറപ്പിച്ച വ്യക്തിയോട് പോലും കാരുണ്യം കാണിച്ച റബ്ബിന്റെ അടിമകൾ നമ്മൾ എന്നിട്ട് കാരുണ്യമില്ലാത്ത വർത്തമാനമാണോ പറയേണ്ടത്? ഒരാളെയും അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നാം പിന്തിരിപ്പിക്കരുത്.